ഹലോ വെൽക്കം ബാക്ക് ടു ദി വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ടെല PSC. ഇറ്റ്സ് മീ ആനന്ദ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ 2025 ചോദിച്ച കുറച്ച് PYQs, അതിൻ്റെ കുറച്ച് ട്രിക്ക്, കുറച്ച് ഐഡിയാസ്, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോക്കകത്തൂടെ. ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇത്തിരി നേരം ഒത്തിരി കാര്യം. 10 ചോദ്യമേ ഉള്ളൂ, പക്ഷെ 10 ചോദ്യത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 10 ചോദ്യങ്ങൾ അതിനകത്ത് പരീക്ഷയ്ക്ക് മറന്നു പോകാതെ എങ്ങനെ ആൻസർ, തെറ്റിപ്പോകാതെ എങ്ങനെ ആൻസർ എഴുതാം എന്നത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ചോദ്യം നോക്കുക. I am not going to school today because my mother is not well. Choose the suitable question to get this sentence as the answer. ഈ തന്നിരിക്കുന്ന വാചകം ഉത്തരമായി വരത്തക്ക രീതിയിൽ ചോദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ്. 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, why are you not going to school today? Option B, why not you are going to school today? Option C, why you are not going to school today? None of this. ആദ്യത്തെ 3 എണ്ണം കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ ഉത്തരത്തിനകത്തേക്ക് എത്തും? ശ്രദ്ധിച്ചു കേട്ടോണേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഴുവൻ WH ക്വസ്റ്റ്യനുകളാണ്. ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, WH ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചിരിക്കണം. എളുപ്പമാർഗം ട്രിക്ക് കാസ്മോ എന്നാണ്. എന്താണ്? കാസ്മോ എന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. WH ക്വസ്റ്റ്യന്റെ ട്രിക്ക് ഇതാണ്, കാസ്മോ. Q എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ചെറുതായിട്ടാണ് എഴുതുന്നത്, കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഓക്കെ. A എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിലറി ആണ്. S എന്താണ്? സബ്ജക്റ്റ് ആണ്. M എന്താ? മെയിൻ വെർബ് ആണ്. O എന്താ? ഒബ്ജക്റ്റ് ആണ്. മറക്കല്ലേ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് മറക്കരുത്. കാസ്മോ എന്നാണ്. Q ക്വസ്റ്റ്യൻ വേർഡ് ആണ്. A ഓക്സിലറി ആണ്. S സബ്ജക്റ്റ് ആണ്. M മെയിൻ വെർബ് ആണ്. O ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു വെച്ചോ. S എന്ന ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് മറക്കല്ലേ. ആസ്മോ എന്നാണ്. ഇത് WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് കാസ്മോ എന്നാണെങ്കിൽ S എന്ന ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ആസ്മോയാണ്. കാരണം S എന്ന ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറിയിലാണ്. S സബ്ജക്റ്റ് ആണ്. M മെയിൻ വെർബ് ആണ്. O ഒബ്ജക്റ്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് കാസ്മോ, ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ഒബ്ജക്റ്റ്. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് എസ് ഓർ നോ, അത് ആസ്മോ. കാസ്മോയും ആസ്മോയും. ആസ്മോ എന്താണ്? ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വെർബ് ഒബ്ജക്റ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യനിൽ ഈ പാറ്റേൺ, ഏത് പാറ്റേൺ? കാസ്മോ എന്ന പാറ്റേൺ ഫോളോ ചെയ്തിരിക്കുന്നത് നോക്ക്. ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അടുത്തത് ഓക്സിലറി വരണം. നോക്ക്, ആദ്യത്തെ ഓപ്ഷനകത്ത് ഓക്സിലറി ഉണ്ട്, 6 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ അകത്തില്ല, മൂന്നാമത്തെ ഓപ്ഷൻ അകത്തുമില്ല. സോ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ A ആണ്. നോക്ക്, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കാസ്മോ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആൻസർ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ A ആണ്. വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ? ക്വസ്റ്റ്യൻ നമ്പർ 2. I am a policeman. ഇത് നിങ്ങൾ സ്ഥിരം കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ബി ഫോറസ്റ്റ് ഓഫീസർ 2025 ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ടോപ്പിക് ഏതാ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വന്നാൽ നമുക്കറിയാം, തന്നിരിക്കുന്ന സെന്റൻസിനകത്തെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇതെല്ലാം നമുക്കറിയാവുന്ന റൂളാണ്. എന്നാൽ ഈ നിയമങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും എളുപ്പം ഞാൻ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ട സെന്റൻസ് തുടങ്ങുന്നത് I am ലാണെങ്കിൽ, സെന്റൻസ് തുടങ്ങുന്നത് I am ലാണെങ്കിൽ ടാഗ് R ആയിരിക്കും. ഏതായിരിക്കും? R. നേരെ മറിച്ച് തുടങ്ങുന്ന സെന്റൻസ് I am not എന്നാണെങ്കിൽ ടാഗ് am ആയിരിക്കും. ഒന്നുകൂടെ പറയാമേ, ശ്രദ്ധിച്ചു കേട്ടോണേ. ടാഗ് എഴുതേണ്ട സെന്റൻസ് തുടങ്ങുന്നത് I am ലാണെങ്കിൽ ടാഗ് കാണാതെ പഠിച്ചോ, R ആയിരിക്കും. I am ലാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ടാഗ് R ആയിരിക്കും. I am not ലാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ടാഗ് am ആയിരിക്കും. ഇനി തെറ്റിപ്പോകരുത്, കൺഫ്യൂസ് ആകരുത്. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടെ തുടങ്ങിയിരിക്കുന്ന I am ആണ്. സോ ഓപ്ഷൻ D ആണ്, R ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Choose the correct form of reported speech. എല്ലാവർക്കും
പ്രശ്നം തോന്നുന്ന, ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ടോപ്പിക്കാണ് റിപ്പോർട്ട് സ്പീച്ച്. എളുപ്പം എന്ന് പറഞ്ഞു തരാം കേട്ടോ. ഹി സെഡ് ഐ ആം റീഡിങ് എ ബുക്ക്. ഹി സെഡ്, നോക്ക് ആദ്യത്തെ ക്ലോസ് പാസ്റ്റ് ഫോമിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയും ടെൻസ് മാറേണ്ടത് ആവശ്യമാണ്. ടെൻസ് മാറുന്നതൊക്കെ പ്രശ്നമാണ്, പ്രയാസമാണ് എന്ന് പറയുന്നവരോട് എളുപ്പമാർഗം പറയാം. അങ്ങനെ ടെൻസ് മാറണമെന്നുണ്ടെങ്കിൽ, റിപ്പോർട്ട് സ്പീച്ചിനകത്ത് ടെൻസ് മാറണമെങ്കിൽ ഒറ്റ ട്രിക്ക് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? ഓക്സിലറി വെർബ്. അതിനെ എന്നിട്ട് അതിന്റെ പാസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുപോയാൽ മതി. ഏത് ഫോമിലോട്ടാ? പാസ്റ്റ് ഫോം. ഇവിടെ കിട്ടിയിരിക്കുന്ന സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ് ആം ആണ്. ആമിന്റെ പാസ്റ്റ് ഫോം ഏതാ സാറേ? വാസ് ആണ്. അപ്പൊ ദാ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആം എന്തായിട്ട് മാറണം? വാസ് ആയിട്ട് മാറണം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾക്കകത്ത് വാസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ നോക്ക്, he said he is reading a book. രണ്ടാമത്തെ നോക്ക്, he said that he was reading a book. മൂന്നാമത്തെ നോക്ക്, he said he read a book. നാലാമത്തെ നോക്ക്, he says he was reading a book. ഏതാ? ഓപ്ഷൻ ബി ആണ്. വാസ് വന്നു. നോക്ക്, he said, അതിനുശേഷം കണക്ട് ചെയ്യുന്ന വേർഡ് that ആണ്. അത് ഐ ഹി ആയിട്ട് മാറി, ആം വാസ് ആയിട്ട് മാറി. സോ ആൻസർ he said that he was reading a book. ഒന്നുകൂടെ ഞാൻ പറയുന്നു, റിപ്പോർട്ട് സ്പീച്ചിനകത്ത് ടെൻസ് മാറുമ്പോൾ ടെൻസിന്റെ പേരോർത്ത് തലപൊക്കേണ്ട കാര്യമില്ല. പകരം തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക, അതിന്റെ പാസ്റ്റ് ഫോമിലേക്ക് പോയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 4, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. നോക്ക്, ഇത് കമ്പ്യൂട്ടർ അനലിസ്റ്റ് ആൻഡ് ഓപ്പറേറ്റർ 2025 ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ. ഇതിനകത്തെ തെറ്റെന്താന്ന് കണ്ടുപിടിക്കണം. ഏത് വേർഡ് ആണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. വൺ ഓഫ് ദ ഗേൾസ്. അപ്പൊ ഇത് ഏത് ടോപ്പിക്കാന്നൂടെ പറയാം? കോൺകോഡ് ആണ്. എന്താ സാറേ കോൺകോഡ്? വിളിക്കുന്ന മറ്റൊരു പേര് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. എന്താടാ? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്താ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്? കേട്ടോ, സബ്ജക്റ്റുകൾ രണ്ട് ടൈപ്പ് വരാം. ഒന്നേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ. എന്താടാ? സിംഗുലർ. ഓക്കെ ആണോ? ദെൻ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ. ഓക്കെ ആണോ? ഏകവചനമെന്നും ബഹുവചനമെന്നും പറയും. ഒന്നുകൂടെ കേട്ടോണേ. സബ്ജക്റ്റ് എണ്ണത്തിൽ ഒന്നേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സിംഗുലർ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പ്ലൂറൽ ഫോം. നിയമം ഇതാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ഫോം ആണെങ്കിൽ വെർബും പ്ലൂറൽ ഫോം ആകണം. നിയമം സിമ്പിൾ ആണ്. ഇനി ഇത് ഓർത്തു വെക്കാനുള്ള ഒരു കോഡ് ഞാൻ പറയാം. നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വെർബ് ഉണ്ടല്ലോ, ആശാൻ ഒരു കോഴിയാണ്. ആശാൻ ആരാടാ? ഒരു കോഴിയാണ്. സബ്ജക്റ്റ് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പുള്ളിക്കാരൻ ശല്യം ചെയ്ത് പുറകെ വെച്ച് നടക്കും. ഓക്കെ ആണോ? സബ്ജക്റ്റ് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പുള്ളിക്കാരന്റെ കോഴിത്തരം വെബ് കാണിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എപ്പോഴും അവസാനിക്കും. അർത്ഥം, സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബ് സബ്ജക്റ്റ് പ്ലൂറൽ ഫോം ആണ്, ഒരു ശല്യവും ഇല്ല. ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് അവസാനിക്കും, എസിൽ അവസാനിക്കും. ക്ലിയർ ആണ്? അങ്ങനെയെങ്കിൽ നോക്ക്, വൺ ഓഫ് ദ ഗേൾസ്, വൺ ഓഫ് ദ ഗേൾസ്. അറെ ഗേൾസ് എന്നല്ലേ ആണ്. വൺ ഓഫ് ദക്ക് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ ഫോം ആയിരിക്കണം. പക്ഷേ വൺ ഓഫ് ദ ഗേൾസ്, വൺ എന്ന് പറഞ്ഞ ഒന്നെന്നാണ്. പെൺകുട്ടികളിൽ ഒരാൾ ഒന്നേ ഉള്ളെങ്കിൽ അത് സിംഗുലർ ആണ്. അങ്ങനെയെങ്കിൽ സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വെബ് എന്താകണം? സിംഗുലർ ആകണം. അങ്ങനെ സിംഗുലർ ആയിരിക്കേണ്ടത് കൊണ്ട് ഇവിടെ വരുന്ന 6 തെറ്റാണ്. സോ ഇതിനകത്തെ തെറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, 6 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ പോയിന്റ് ആണ്. വൺ ഓഫ് ദ കോൺകോഡ് ആണ്. വൺ ഓഫ് ദ വന്നാൽ സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, അവസാനിക്കണം. ഓക്കെ ആണോ? വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. ഓപ്ഷൻസ് കേട്ടോ. ഓപ്ഷൻ എ വേർ, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാവ്, ഓപ്ഷൻ ഡി ഈസ്. വൺ ഓഫ് ദ ബോയ്സ് ടുഡേ, ഇന്നത്തെ കാര്യ. അപ്പൊ നോക്കിക്കോ, വേർ വരുവോ? ഇല്ല. ആർ വരുവോ? ഇല്ല. ഹാവ് വരുവോ? ഇല്ല. പിന്നെ ആൻസർ ഏതാ? ഈസ് ആണ്. കറക്റ്റ് ആൻസർ ഏതാ? ഈസ് ആണ്. അപ്പൊ വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദി എക്സാമിനേഷൻ. ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ സെന്റൻസിനെ വിളിക്കുന്ന പേര് കണ്ടീഷണൽ സെന്റൻസ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ആപ്പിനകത്ത് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. ഇപ്പം എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് മാത്രം പറയുന്നു.
കണ്ടീഷണൽ സെന്റൻസിന് രണ്ട് പാർട്ട്. ഒന്നാമത്തെ പാർട്ടിനെ വിളിക്കുന്ന പേര് ഇഫ് ക്ലോസ്, രണ്ടാമത്തെ പാർട്ടിനെ വിളിക്കുന്ന പേര് മെയിൻ ക്ലോസ്. ഇത് കണക്ട് ചെയ്ത് വെച്ച് ഒരു ട്രിക്ക് പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ക്ലോസിനകത്ത് V1 വരുന്നതെങ്കിൽ, ഇഫ് ക്ലോസിനകത്ത് V1, നമുക്കറിയാം വെബിന് 3 ഫോംസ് ഉണ്ട്, V1, V2, V3. ഓക്കെ ആണേ. അപ്പൊ ഇഫ് ക്ലോസിനകത്ത് V1 വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് കാണാതെ പഠിച്ചോണം, വിൽ പ്ലസ് V1 ആയിരിക്കും. ഏതായിരിക്കും? വിൽ പ്ലസ് V1. ഇഫ് ക്ലോസിനകത്ത് V2 വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് പഠിച്ചു വെച്ചോണം, വുഡ് പ്ലസ് V1. ശ്രദ്ധിച്ചു കേട്ടോണേ. ഇഫ് ക്ലോസിനകത്ത് ഹാഡ് പ്ലസ് V3 വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് പഠിച്ചോണം, വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3 കാണാതെ അങ്ങ് പഠിച്ചോ. ഇഫ് ക്ലോസിൽ V1 വന്നാൽ വിൽ പ്ലസ് V1. എങ്ങനാ? ഇഫ് ക്ലോസിൽ V1 വന്നാൽ വിൽ പ്ലസ് V1. ഇഫ് ക്ലോസിൽ V2 വന്നാൽ വുഡ് പ്ലസ് V1. ഇഫ് ക്ലോസിൽ V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3. മറക്കല്ലേ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഓക്കെ, ഇത് V1, V2, V3. ഇത് V1, V2, V3 മുതൽ ബേസ് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളുകൾക്ക്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാർ, ഇംഗ്ലീഷിന്റെ ആ സെക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ മാർക്ക് മൊത്തം പോവാ, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് റാങ്കിലേക്ക് വരാൻ പറ്റുന്നില്ല, ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ബേസ് തൊട്ടുള്ള ക്ലാസ് ടെല്ല PSC ആപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ബേസ് തൊട്ട് ഒന്നും അറിയാത്ത ആളുകൾക്ക് അവരെ തുടക്കം തൊട്ട് പഠിപ്പിച്ച് ഫുൾ മാർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ വേഗത്തിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും ട്രിക്ക് പറയുന്നു മാത്രം. ഇഫ് ക്ലോസിൽ V1 വന്നാൽ വിൽ പ്ലസ് V1 ആയിരിക്കണം. ഇഫ് ക്ലോസിൽ V2 വന്നാൽ വുഡ് പ്ലസ് V1 ആയിരിക്കണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം. ഇനി നമുക്ക് ഈ സെന്റൻസ് നോക്കാം. ഇഫ് ക്ലോസിൽ യു സബ്ജക്റ്റ് ആണ്, സ്റ്റഡി V1 ആണ്. V1 വന്നാൽ എന്തായിരിക്കണം എന്ന് പറഞ്ഞേ? വിൽ പ്ലസ് V1. നോക്ക്, അപ്പൊ ഇവിടെ വരേണ്ടത് ആൻസർ ഏതാ? വിൽ പ്ലസ് V1 ആണ്. പാസ് V1 കിടക്കുന്നേ. അങ്ങനെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ്, വില്ലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഷീ ഡാഷ് ലോങ് കോമ ഇഫ് ഷീ ഹാഡ് നോട്ട് ഫോളൻ. ഇഫ് ക്ലോസ് രണ്ടാമത് വന്നതേ ഉള്ളൂ. ഇതും കണ്ടീഷണൽ സെന്റൻസാ, കണ്ടീഷണൽ സെന്റൻസാ. ശ്രദ്ധിച്ചു കേട്ടോ, കണ്ടീഷണൽ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇഫ് ക്ലോസ് നോക്കി ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. വിൽ ഹാവ് ലീവ്ഡ്, വുഡ് ലീവ്, വുഡ് ഹാവ് ലീവ്ഡ്, വുഡിൻ ലീവ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ മുമ്പേ പറഞ്ഞു ഇഫ് ക്ലോസിനകത്ത് ഏത് വെബ് വരുന്നു നോക്കി വേണം നമുക്ക് ഫിൽ ചെയ്യാൻ. V1 ആണെങ്കിൽ വിൽ പ്ലസ് V1. അടുത്തേ V2 ആണെങ്കിൽ വുഡ് പ്ലസ് V1. അടുത്തേ V3 ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3. അങ്ങനെങ്കിൽ ഇതാ കേട്ടോ, ഇവിടെ തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് നോക്ക്. ഇഫ് ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ഹാഡ് പ്ലസ് ഫോളൻ V3. അപ്പൊ ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 വന്നാൽ എന്താവണം? വുഡ് ഹാവ് പ്ലസ് V3. നോക്ക് ആൻസർ നോക്ക്. ഓപ്ഷൻ എ വിൽ ഹാവ് ലീവ്ഡ് വരുമോ? ഇല്ല. അടുത്ത ഓപ്ഷൻ ബി വുഡ് ആണ്, പക്ഷെ അതിനുശേഷം ഹാവ് പ്ലസ് V3 ഇല്ല, അപ്പൊ അതും വരത്തില്ല. സി നോക്ക്, വുഡ് ഹാവ് ലീവ്ഡ്, അതും വരും. അടുത്ത കൂടെ നോക്കിയേക്കാം, വുഡ് ഇൻ ലീവ്, അതും വരത്തില്ല. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഒന്നുകൂടെ കേട്ടോണേ. ഇഫ് ക്ലോസിനകത്ത് V3 വന്നാൽ മെയിൻ ക്ലോസ് എന്തായിരിക്കണം? വുഡ് ഹാവ് പ്ലസ് V3. സോ ആൻസർ വുഡ് ഹാവ് ലീവ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ദാ 8ാമത്തെ ചോദ്യം, മുമ്പേ ചെയ്ത അതേ പാറ്റേണിലുള്ള സെയിം ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ. Complete the sentence by adding a suitable word given below. If she had studied harder, comma, she dash passed the exam. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇഫ് ക്ലോസ് ഉണ്ട്, മെയിൻ ക്ലോസിനകത്താണ് ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇഫ് ക്ലോസിനകത്തെ വെബ് ഏത് ഫോമാറ്റിലുള്ളതാന്ന് നോക്കിയാൽ മതി. നോക്ക്, ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് പ്ലസ് V3 വന്നാൽ നമ്മൾ എളുപ്പം എന്ന് പറഞ്ഞ എന്തായിരുന്നു? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഓക്കെ ആണേ? വുഡ് ഹാവ് പ്ലസ് V3. ക്ലിയർ ആണ്? അങ്ങനെയെങ്കിൽ ഓപ്ഷൻസ് നോക്ക്. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി വുഡ്, ഓപ്ഷൻ സി വുഡ് ഹാവ്, ഓപ്ഷൻ ഡി ഹാഡ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. സെന്റൻസ് ഇങ്ങനെ വരും, ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ വുഡ് ഹാവ് പാസ് ദി എക്സാമിനേഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ മദർ ഡാഷ് ഇൻ ദ ഹൗസ് ഫോർ 10 years. ദാ അടിപൊളി ഒരു ചോദ്യം. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഓപ്ഷൻസ് കേട്ടോ, വാസ് ലിവിംഗ്, ഹാഡ് ബീൻ ലിവിംഗ്, had lived, has been living. നോക്ക്, എന്റെ അമ്മ 10 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാ.
പക്ഷെ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു. ഒന്നുകൂടെ കേട്ടോ, ഞാൻ പറയുന്ന വൃത്തിക്ക് കേട്ടോണേ. നേരത്തെ തുടങ്ങിയ ഒരു പരിപാടി ഇപ്പോഴും തുടരുന്നുവെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. പേര് കേട്ട് പേടിക്കല്ലേ, ഒന്നുകൂടെ പറയാം. നേരത്തെ തുടങ്ങിയ, ഭൂതകാലത്തിൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി സ്റ്റിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് ഏത് ടെൻസിൽ പറയണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വീണ്ടും പറയുന്നു, പേര് കേട്ട് പേടിക്കണ്ട. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ കേട്ടോ. ഓപ്ഷൻ എ വാസ് ലിവിംഗ് ആണ്, ഓപ്ഷൻ ബി ഹാഡ് ബീൻ ലിവിംഗ് ആണ്, ഓപ്ഷൻ സി ഹാഡ് ലിവ്ഡ് ആണ്, ഓപ്ഷൻ സി ഹാസ് ബീൻ ലിവിംഗ് ആണ്. നമുക്ക് ഓപ്ഷൻ സി ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing അല്ലേ, സോ ഹാസ് ബീൻ ലിവിംഗ്. ഒന്നോടെ പറയുന്നത് കേട്ടോണേ. നേരത്തെ തുടങ്ങിയ ഒരു പരിപാടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ടെൻസിൽ പറയണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പേടിക്കണ്ട, ഏത് ഫോമാറ്റ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഓപ്ഷൻ നോക്കിയോ, ഹാസ് ബീൻ ലിവിംഗ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, ഫൈൻഡ് ദ കറക്റ്റ് സെന്റൻസ്. ഫൈൻഡ് ദ കറക്റ്റ് സെന്റൻസ്. നോക്കിക്കോണേ. ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2019. നോക്കി, ഈ പ്രയോഗം മറക്കരുത്. സിൻസ് 2019, 2019 മുതൽ. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. അതും സിൻസ് 2019. അടുത്ത, ഐ വാസ് വർക്കിംഗ് ഹിയർ സിൻസ് 2019. അത് സിൻസ് 2019 ആണ്. അടുത്ത, ഐ ഹാഡ് വർക്ക്ഡ് ഹിയർ സിൻസ് 2019. 4 സെന്റൻസ് സിൻസ് 2019. നമ്മൾ മുമ്പേ പറഞ്ഞ സെന്റൻസ് ഓർമ്മയുണ്ടോ? നേരത്തെ തുടങ്ങിയ പരിപാടി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു, ഇപ്പോഴും തുടരുന്നു എങ്കിൽ ഏത് ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തായാലും നമ്മൾ പറഞ്ഞ ഫോർമാറ്റ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. മറക്കല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്ക്. ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2019 വരുമോ? വരത്തില്ല. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 വരും. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing വരും. എന്നാലും ബാക്കിയുള്ള കൂടെ നോക്കിയേക്കാം, ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഐ വാസ് വർക്കിംഗ് ഹിയർ സിൻസ് 2019 വരത്തില്ല. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ സിൻസ് 2019 വരത്തില്ല. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. മറക്കല്ലേ, നേരത്തെ തുടങ്ങിയ ഒരു പരിപാടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഏത് ടെൻസിൽ പറയണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്റെ പൊന്നു സാറേ, ടെൻസ് ഒന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കഥ പറഞ്ഞ് കഥയിലൂടെ നമ്മൾ ടെൻസ് പഠിക്കും. ഓക്കെ ആണോ? അത് എത്രയും വേഗം പഠിക്കണമെങ്കിൽ എത്രയും വേഗം ടെല്ല PSCയിൽ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം.